ജീവനക്കാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കാസർഗോഡ് ബസ് യാത്രയ്ക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ വച്ചായിരുന്നു സംഭവം. പാലക്കുന്നിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. പാൻസും ഷർട്ടും ധരിച്ച പ്രതി യുവതിയുടെ സീറ്റിന് എതിർവശത്തിരുന്നാണ് നഗ്നതാ പ്രദർശനം നടത്തിയത്. യുവതി കണ്ടക്ടറോട് പരാതിപ്പെട്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കാസർഗോഡ് കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞി പിടിയിലായത്. മാലോത്ത് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ബേക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. യുവതി പകർത്തിയ ദൃശ്യങ്ങളിൽ ഇയാളുടെ മുഖവും വ്യക്തമായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. CBSE ബോർഡ് പരീക്ഷ 2026 മുതൽ 2 തവണകളായി നടത്തിയേക്കും. മാർച്ചിന് പുറമെ ജൂണിലും പരീക്ഷയുണ്ടാകും. മികച്ച മാർക്ക് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് 2 തവണ പരീക്ഷ നടത്തണമെന്ന നിർദ്ദേശം വച്ചിരുന്നു.